പ്രശ്നമാണ്. ഇനി തൃശ്ശൂരത്തെ ഇതൊന്ന് നോക്കുക. തൃശ്ശൂര് റവന്യൂ ജില്ല 2319 ആണ് ആകെയുള്ള വഖഫ് ക്ലെയിമുള്ള സ്ഥാവര സ്വത്തുക്കളുടെ എണ്ണം. 2319. പക്ഷേ ഇതിൽ 2218 എണ്ണത്തിനും തൽസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. ഇപ്പൊ തൃശ്ശൂരുള്ളവരുടെ ചിന്താഗതി ഈ പ്രശ്നം ചാവക്കാടേ ഉള്ളൂ എന്നാണ്. തൃശ്ശൂരുകാർ വിചാരിക്കുന്നത് ഈ വഖഫ് ക്ലെയിം ചാവക്കാട് ഏതാണ്ട് 10-30 വീടുകൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മള് വംസിയിൽ കയറി നോക്കുമ്പോ കാണുന്നത് 2319 ക്ലെയിംസ് ആണ്. അതിൽ 100ഓളം സ്ഥലങ്ങളെ കുറിച്ച് മാത്രമേ വിവരങ്ങൾ ലഭ്യമായുള്ളൂ. ബാക്കി 2218 കുറിച്ചും വിവരങ്ങൾ ലഭ്യമല്ല, പേര് കിടപ്പുണ്ട്. അപ്പൊ ഇതൊരു ഒരു ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വസ്തുതയല്ല. ഇനി മറ്റൊന്ന്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് ക്ലെയിം ഉള്ള വസ്തുക്കളുടെ എണ്ണം 1067 ആണ്. 1067. പക്ഷെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതോ 1002 എണ്ണം. അതിന്റെ അർത്ഥം 65 സ്ഥലങ്ങളെ കുറിച്ച് മാത്രമേ ഈ സൈറ്റില് വിവരങ്ങളുള്ളൂ. 2009 മുതലുള്ള സൈറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വംസി ഒഫീഷ്യൽ സൈറ്റുമാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ അന്വേഷിച്ചത് ഈ 3 ഡിസ്ട്രിക്റ്റിന്റെ കാര്യമാണ്. അതിന്റെ ഒരു സമ്മറിയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് അന്വേഷിക്കേണ്ടതല്ലേ? ഗുരുതരമായ വിഷയമല്ലേ? ഇപ്പൊ പേര് മാത്രം വരുന്നു. ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞ് ബാക്കി കാര്യം ഇടാന്നാണോ? അങ്ങനെയെങ്കിൽ ഇതെന്തോ തട്ടിപ്പുണ്ടെന്നല്ലേ അർത്ഥം? ഇതിലെന്തോ ഗൂഢാലോചന നടക്കുന്നു എന്നല്ലേ അർത്ഥം? ഇതേക്കുറിച്ച് പക്ഷേ ജനത്തിന് അവബോധമില്ല. ഈ അവബോധം വളരേണ്ടതുണ്ട്. പൗരന്മാരുടെ ഇടയിൽ ഈ അവബോധം വളരേണ്ടതുണ്ട്. അവരന്വേഷിക്കേണ്ടതുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പ്രായോഗികമായ രീതിയിൽ പൗര സമൂഹത്തോട് പറയാനുള്ള ഒരു ബില്ല്. ഫാദർ, ഈ ഇതിൽ സ്ഥലങ്ങൾ ഏകദേശം 1600ഓളം സ്ഥലങ്ങൾ, ഭൂമി അത് ഞങ്ങളുടേതാണ് എന്നുള്ളതിന്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഈ വഖഫ് ബോർഡിന്റെ ആ ഒരു ചാർട്ടിലില്ല. അത് ഏത് സ്ഥലവും അവർക്ക് ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ വാദം ഉന്നയിക്കാനായിട്ട് വരുന്ന സമയങ്ങളിൽ അത് സാധിക്കുമോ, നിലവിലെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമങ്ങൾ വെച്ചുകൊണ്ട്? വിപിൻലാൽ, അവിടെ സ്ഥലനാമം ഇല്ല എന്നർത്ഥമില്ല. സ്ഥലനാമം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം ചെല്ലാനം എന്ന് നാമം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇപ്പോ വിവരം കിട്ടുക അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുക എന്ന് വെച്ചാൽ അവിടെ ഇത് ഏത് സർവേ നമ്പറാണ്, ഇതിന്റെ അതിരുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇല്ലാത്തത്. അപ്പോൾ സ്ഥലനാമങ്ങൾ അവിടെയുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോൾ ഡീറ്റെയിൽസ് അവിടെ ഇല്ലാത്തതിനാൽ അന്വേഷിക്കാൻ നമുക്ക് മാർഗമില്ല. ഒരു പക്ഷേ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് അവിടെ ഇടുക. അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഘട്ടം ഘട്ടമായ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ടെന്ന് ചിന്തിക്കുക സ്വാഭാവികം. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഉള്ള വഖഫ് നിയമം 1995 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം, അത് 2013 അമെൻഡ് ചെയ്യുകയും ചെയ്തു. ആ നിയമം ഇത്തരത്തിലുള്ള പഴുതുകൾ ഇട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നിപ്പോൾ നിയമം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോ പഴുതുകൾ ഇട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ആ പഴുതുകൾ ഉപയോഗിച്ച് ഏത് നിമിഷവും ആർക്കും ഏത് ഭൂമിയും ക്ലെയിം ചെയ്യാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോ ഫാദർ, ഇപ്പോ പ്രധാനമായിട്ട് ഈ വഖഫ് ബോർഡ് നിയമത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ ഒരു പുനർചിന്തനം അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം രൂപീകരിച്ച് ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കുന്നു പറയുന്നത്, എത്രത്തോളം ഭീഷണിയാണ് ചില ഭാഗങ്ങൾ അതിൽ ജനങ്ങൾക്കുള്ളത്, വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്നത്? അത് ഏതെല്ലാം ഭാഗങ്ങളാണ്? അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാൻ സാധിക്കും? 1995 നരസിംഹറാവു സർക്കാർ പാസാക്കിയെടുത്ത വഖഫ് ആക്ട്, ആ വഖഫ് ആക്ടില് പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായത്
40 40-ാം സെക്ഷനാണ്. എന്താണ് 40-ാം സെക്ഷൻ? 40-ാമത്തെ സെക്ഷനിൽ പറയുന്നത് ഒരു വസ്തു എങ്ങനെയാണ് വഖഫായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഒരു വസ്തു എങ്ങനെയാണ് വഖഫായി പ്രഖ്യാപിക്കുക? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെയേറെ അപകടം പിടിച്ചതാണ്. അതായത് വഖഫ് ബോർഡിന് ഒരു സ്ഥലം വഖഫാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ആ സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ വഖഫ് ചെയ്ത രീതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. എന്നിട്ട് ഡിസൈഡ് ചെയ്യണം. ഇതാണ് വഖഫ് ആക്ട് 1995 നമ്പർ 40 1-ാമത്തെ ഉപവകുപ്പ് പറയുന്നത്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റീസൺ ടു ബിലീവ് ഉണ്ടായാൽ മതി എന്നാണ്. അപ്പൊ റീസൺ ടു ബിലീവ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അത് വലിയൊരു പ്രശ്നമാണ്. റീസൺ ടു ബിലീവ് എന്ന് വെച്ചാൽ വലിയൊരു ഒരു 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 വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒന്ന്, ഡോക്യുമെന്റ് വേണമെന്ന് നിർബന്ധമില്ല. അംഗീകൃതമായ സർക്കാരിന്റെ ഡോക്യുമെന്റ് വേണമെന്ന് നിർബന്ധമില്ല, അല്ലേ? കാരണം എന്താണെന്നറിയാവോ? ബൈ വേർഡ് ഓർ ബൈ ഡീഡ് ആകാം ചെയ്യല്. അപ്പോ ബൈ വേർഡ്, വാക്കാൽ ചെയ്യുന്നതിന് അവിടെ ഡോക്യുമെന്റ് ഉണ്ടാവില്ലല്ലോ. ബൈ ഡീഡ്, രേഖയാൽ ചെയ്യുന്നതിന് ഡോക്യുമെന്റ് ഉണ്ടാവും. പക്ഷെ ഈ ഡോക്യുമെന്റ് വേണമെന്നൊരു നിർബന്ധമില്ല, വാക്കാലുള്ളത് മതി. അപ്പൊ അതുകൊണ്ട് റീസൺസ് ടു ബിലീവ് എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ നന്നായിട്ട് കാണണം. ആ അപകടങ്ങളെ കുറിച്ച് തിരിച്ചറിയണം. ഇനി ഇതില് കളക്ഷൻസ്, എന്ത് ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടത്? ഏത് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടത്? അവിടെ പറയുന്നില്ല. ഇപ്പം മുനമ്പത്തെ ഒരു സ്പെസിമെൻ ആയിട്ട് എടുക്കുക. മുനമ്പത്തെ ഒരു ഡീഡുണ്ട്. 1950 സിദ്ദിഖ് സേട്ടു കോഴിക്കോടത്തെ ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു ഡീഡുണ്ട്. ആ ഡീഡ് വഖഫ് ബോർഡ് നോക്കുന്നു. 2009 വഖഫ് ബോർഡ് ആ ഡീഡ് നോക്കുന്നു. അതുവരെ ക്ലെയിം ഇല്ല കേട്ടോ. അതുവരെ ഇത് വഖഫ് ഭൂമിയാണെന്ന് ഒരു ക്ലെയിമും ഒരാൾ ഉന്നയിച്ചിട്ടില്ലെന്ന് ഓർക്കണം. 2009 ഈ ഡീഡ് നോക്കിയിട്ട് പറയാണ്, ഓ, ഇവിടെ എഴുതിയിട്ടുണ്ട് വഖഫ് ആധാരം എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ വഖഫായി നൽകുന്നു എന്നും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 വഖഫ് പ്രയോഗങ്ങൾ ഇവിടെ കാണുന്നത് കൊണ്ട് ഇത് വഖഫാണ്. കണ്ടോ? വഖഫ് ബോർഡിന്റെ യുക്തി നോക്കിയേ. റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ എന്ന് വഖഫ് നിയമം 40-ാം സെക്ഷനിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ് വഖഫ് ബോർഡ് ഈ ഒരു റീസൺ ടു ബിലീവ് ഇതിലുണ്ട്, അത് മതി. എന്നാൽ കൂടുതൽ അത് വായിച്ചാലോ? ആ ഡീഡ് വായിക്കാൻ വലിയ നേരമൊന്നും വേണ്ട, ആകെ 3-4 പേജേ ഉള്ളൂ. ആ കൂടുതലായിട്ടൊന്ന് വായിച്ചു പോയാലോ? അവിടെ പറഞ്ഞിരിക്കുന്നു ക്രയ വിക്രയ സർവ്വസ്വാതന്ത്ര്യമുണ്ട്, അതായത് വിൽക്കാം. ആ വിൽക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയാ വഖഫ് ആകുന്നത്? നിങ്ങളല്ലേ പറയുന്നത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അപ്പൊ വിൽക്കാം എന്ന അനുവാദത്തോടെ ഒരാൾ എഴുതുന്ന ഡീഡ് എങ്ങനെ വഖഫാകും? അപ്പോൾ അത് എന്നേക്കുമായി നിലനിർത്താൻ ഈ എഴുതിയ ആൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് കൃത്യം അവിടെ കാണുകയല്ലേ, രേഖാമൂലം കാണുകയല്ലേ. അപ്പൊ പിന്നെ അത് വഖഫ് എന്നെങ്ങനെ വിളിക്കും? എന്ന് മാത്രമല്ല, അതിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു ഈ കോളേജ് നിന്നു പോവുകയോ, ഈ ലക്ഷ്യത്തിന് വേണ്ടി. എന്താ ലക്ഷ്യം? മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമുന്നതി. അപ്പോ വിദ്യാഭ്യാസ ഉന്നതി ലഭിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ, ആ ഒരു ലക്ഷ്യത്തിലെ വേണ്ടി ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ തിരികെ തന്റെ വീട്ടുകാരിലേക്ക് എത്തും, പിൻഗാമികളിലേക്ക് എത്തും എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടീഷനായി. കണ്ടീഷനോടുകൂടി ഒരു വഖഫ് ചെയ്യാമോ? ഇല്ല. നിയമം അനുസരിച്ച് ഒരു വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, അത് തിരികെ കിട്ടുന്ന ഏർപ്പാട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുതരമായ പഴുതുകളിട്ട് നിർമ്മിച്ചിരിക്കുന്ന വഖഫ് ആക്ട്, ആ പഴുതുകൾ ഉപയോഗിച്ച് വഖഫ് ബോർഡിന് ഏതു സ്ഥലവും സ്വന്തമായി ക്ലെയിം ചെയ്യാവുന്ന, പിടിച്ചെടുക്കാവുന്ന ഒരു
ഒരു നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഗുരുതര